ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ റേവോട്ടിക്സ് എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച് നിർദ്ദേശിച്ച ടോപ്പിക്ക് മിറർ ഇക്വേഷൻ അല്ലെങ്കിൽ മിറർ ഫോർമുല 1/v + 1/u = 1/r. ഇവിടെ v എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്. എല്ലാ ഡിസ്റ്റൻസും നമ്മൾ പോളിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. ഇതാണ് പോളിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ പോളിൽ നിന്ന് ഇമേജ് വരെയുള്ള ദൂരം ഇതാണ് ഇമേജ്. a', b' ആണ് ഇമേജ്. അത് ഇൻവെർട്ടഡ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതാണ് v എന്ന് സിംബലൈസ് ചെയ്യുന്നത്. u എന്നുള്ളത് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഇനി നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് കോൺകേവ് മിറർ ആണ്. ഇപ്പോൾ കോൺകേവ് മിറർ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സ് മിറർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഈ കാര്യങ്ങളൂടെ നിങ്ങൾ മനസ്സിലോട്ട് നമ്മൾ വരണം. അതായത് കോൺകേവ് മിറർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്, കോൺവെക്സ് മിറർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. ഇനി ഓൾ ദ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം പോൾ ആണ്. ഇനി അവിടെ നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. നോൺ ക്വാണ്ടിറ്റീസ് നമ്മൾ സൈൻ കൊടുക്കണം, അൺനോൺ ക്വാണ്ടിറ്റീസിന് സൈൻ കൊടുക്കണ്ട. പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സൈൻ വരും. ഇനി ഇൻസിഡന്റ് റേ ആണെങ്കിൽ കാണിച്ചിരിക്കുന്നത് ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ മെഷർമെന്റ് നെഗറ്റീവ് ആയിട്ട് കൊടുക്കണം. അതേ ഡയറക്ഷൻ ആണെങ്കിൽ നമ്മളത് പോസിറ്റീവ് ആയിട്ട് കൊടുക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഓർത്തിരുന്നേക്കണം. ഈ ഓബ്ജക്റ്റ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് കാണിക്കുന്നത്, റൈറ്റ് സൈഡിൽ ഓബ്ജക്റ്റ് കാണിക്കത്തില്ല. ഇന്റർനാഷണൽ കൺവെൻഷനാണ്. ഇവിടെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഡയഗ്രാം വരച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഈ മിറർ ഫോർമുല നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ മിറർ ഫോർമുല നമുക്ക് ഡെറൈവ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇനി നമ്മൾ നെക്സ്റ്റ് ലീനിയർ മാഗ്നിഫിക്കേഷൻ ആണ്. ലീനിയർ മാഗ്നിഫിക്കേഷൻ ലീനിയർ മാഗ്നിഫിക്കേഷൻ ആ പേരിൻ്റെ അകത്ത് തന്നെയുണ്ട്. ലീനിയർ ലെങ്ത് വൈസ് ഹൈറ്റ് അത് വലുതാക്കി കാണിക്കുന്ന ആ റേഷ്യോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലീനിയർ മാഗ്നിഫിക്കേഷൻ ഇപ്പോൾ റേഷ്യോ ആണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് m ആണ് അതിൻ്റെ സിമ്പല്. ഇപ്പോൾ ലീനിയർ മാഗ്നിഫിക്കേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി ഹൈറ്റ്. ഇത് ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് ആണ്, ഇത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ്. അപ്പോൾ നമ്മൾ ratio of the height of the image to the height of the object. ഇതാണ് ലീനിയർ മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല. ക്ലിയർ ആയല്ലോ? ഇനി we have to write m in terms of v and u. m in terms of v and u. അതെങ്ങനെ വരും നോക്കാം. ഈ ഡയഗ്രത്തിൽ പി കോമൺ ആക്കിക്കൊണ്ടുള്ള രണ്ട് ട്രയാങ്കിൾ, ഓബ്ജക്റ്റും തന്നെ ഇമേജും തന്നെ. അപ്പോൾ നമുക്ക് ഏതൊക്കെ എടുക്കാം? ട്രയാങ്കിൾ എ പി ബി ആൻഡ് ട്രയാങ്കിൾ a' p b' ആർ സിമിലർ. APB and triangle A', P, B' are similar. അപ്പോൾ നമുക്ക് ആ റേഷ്യോ എടുക്കാം. സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് A', B' ഡിവൈഡ് ബൈ AB. A', B' ഡിവൈഡ് ബൈ AB ഈക്വൽ ടു PA' ഡിവൈഡ് ബൈ PA. PA' divided by PA. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ സൈൻ കൺവെൻഷൻ കൂടെ നമ്മൾ കൊടുക്കണം. A', B' അത് ഇൻവെർട്ടഡ് ഇമേജ് ആണ്. അത് താഴോട്ടാണ്, പ്രിൻസിപ്പൽ ആക്സസിന് താഴോട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് സൈൻ കൊടുക്കണം. അപ്പോൾ -HI. AB ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് ആണ്. പ്രിൻസിപ്പൽ ആക്സസിൽ നിന്ന് മുകളിലോട്ടാണ്. അത് H പോയിന്റ് പോസിറ്റീവ്. PA'
അത് മൈനസ് വി ആണ്, ഡിവൈഡഡ് ബൈ പി എ മൈനസ് വി. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം എച്ച് ഐ. ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് ഒ. ഈ രണ്ട് മൈനസും പോവും, പിന്നെ ഈ മൈനസ് റൈറ്റോട്ട് എടുക്കാം, മൈനസ് വി ബൈ യു എന്ന് എഴുതാം. വാട്ട് ഈസ് എച്ച് ഐ ബൈ എച്ച് ഒ? എച്ച് ഐ ബൈ എച്ച് ഒക്ക് പകരം എം കൊടുക്കാം. അപ്പൊ എം ഈസ് ഈക്വൽ ടു ഫോർമുല എന്തായി മൈനസ് വി ബൈ യു. അതാണ് എം ഇൻ ടേംസ് ഓഫ് വി ആൻഡ് യു. ഓർത്തിരുന്നേക്കാം, പ്രോബ്ലം ചെയ്യാൻ നേരത്ത് വീണ്ടും നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. ഇത് സൈൻ കൺവെൻഷൻ എഴുതി കിട്ടിയ ഫോർമുലയാണ്. അത് എന്താണ് സൈൻ കൺവെൻഷന്റെ ആവശ്യകത എന്ന് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ നിങ്ങൾ ഇത് ഓർത്തിരുന്നാൽ മതി. എം ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു. നമ്മൾ നേരത്തെ എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് എഴുതി. റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്. ഇൻ ടേംസ് ഓഫ് വി ആൻഡ് യുവില് എം ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു എന്ന് കിട്ടും. ഇനി നമുക്ക് m in terms of u and f എന്ന് പറയുന്നു. m in terms of u and f. അപ്പോൾ നമുക്ക് ഈ ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. 1/v plus 1/u is equal to 1/f ആണ്. അപ്പോൾ നമ്മൾ എഴുതാൻ പോണത് u and f. അപ്പൊ ഇവിടെ ഫോർമുലയിൽ യുവും എഫും മാത്രമേ വരാവുള്ളൂ. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും യു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൾട്ടിപ്ലൈയിങ് വിത്ത് യു. ഇവിടെ നമുക്ക് ഫോർമുല യു ബൈ വി എഴുതാം, പ്ലസ് 1 എഴുതാം, യു ബൈ എഫ്. അപ്പൊ യു ബൈ വി ഈസ് ഈക്വൽ ടു യു ബൈ എഫ് മൈനസ് 1 equal to u minus f divided by f. ഇനി നമുക്ക് തിരിച്ചെഴുതാം. v by u is equal to f divided by u minus f. അപ്പോൾ m is equal to നമ്മൾ നേരത്തെ ഫോർമുല എഴുതിയിരുന്നു. m is equal to minus v by u. അപ്പോൾ മൈനസ് എഫ് ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം f divided by f minus u. ഇതാണ് m in terms of u and f. ഇനി നമുക്ക് തേർഡ് ഇക്വേഷൻ നോക്കാം. m in terms of v and f. m in terms of v and f. ഈ ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. 1/v plus 1/u is equal to 1/f. So multiplying with v. So v by v 1 എഴുതാം. v by u is equal to v by f. ഈ 1 റൈറ്റിലോട്ട് കൊണ്ടുപോവാം. അപ്പോൾ v by u is equal to v by f minus 1 is equal to v minus f divided by f. ഇനി m is equal to ഫോർമുല എന്താ minus v by u ആണ്. അപ്പോൾ minus of v minus f divided by f. അപ്പോൾ എങ്ങനെ എഴുതാം f minus v divided by f. ഈ ഫോർമുലാസ് എല്ലാം നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോൾ ചോദിച്ചാലും പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതാണ് ലീനിയർ മാഗ്നിഫിക്കേഷൻ. ഇനി സെക്കൻഡ് ടേം ഏരിയൽ മാഗ്നിഫിക്കേഷൻ. ഏരിയൽ അത് എം എ എന്നാണ് അതിന്റെ സിമ്പല്. ഏരിയ ഓഫ് ഇമേജ്
ഏരിയ ഓഫ് ഓബ്ജക്റ്റ്. ഫോർമുല ഓർത്തിരുന്ന ആദ്യം ബി ബൈ യു ദി ഹോൾ സ്ക്വയർ വരും, അല്ലെങ്കിൽ എം സ്ക്വയർ വരും. ഇപ്പൊ ഏരിയ മാഗ്നിഫിക്കേഷൻ ഓഫ് ഫോർമുല റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ഇമേജ് ടു ദ ഏരിയ ഓഫ് ഓബ്ജക്റ്റ്. നെക്സ്റ്റ് നമ്മൾ മിററിന്റെ ഡിഫക്റ്റ് എന്താന്ന് നോക്കാം. ഡിഫക്റ്റ് അതിന്റെ പോരായ്മ എന്താന്ന് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന മിറർ വളരെ വലുതാണെങ്കിൽ, സൈസ് വളരെ വലുതാണെങ്കിൽ നമുക്കതിനെ രണ്ട് രീതിയിലുള്ള റേസ് അവിടെ പതിപ്പിക്കാം. ഒരു റേ ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇതിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറവായിരിക്കും, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും കുറവായിരിക്കും. അപ്പൊ ഈ റേ വന്ന് പതിക്കുന്നത് ഇച്ചിരി അകലത്തുള്ള ഒരു പോയിന്റ് ആയിരിക്കും. നമുക്ക് F എന്ന് കൊടുത്തേക്കാം, F1 എന്ന് കൊടുത്തേക്കാം. അപ്പൊ ഈ റേ എന്ന് പറയുന്നത് പാരലാക്സ് റേസ് അല്ലെങ്കിൽ ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും. ഇനി ഈ റേ എന്ന് പറയുന്നത് മാർജിനൽ റേസ് ആണ്. വലിയ വലിയ മിറർ ആണെങ്കിൽ നമ്മൾ പുസ്തകത്തിലൊക്കെ മാർജിൻ വരയ്ക്കുന്നത് സൈഡിലല്ലേ, ഏറ്റവും എൻഡിലല്ലേ. ഈ റേസ് നമ്മൾ മാർജിനൽ റേസ് എന്ന് പറയും. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുതലാണ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും കൂടുതലായിരിക്കും. അപ്പൊ ഈ റേ വന്ന് പതിക്കുന്നത് വേറൊരു പോയിന്റിലായിരിക്കും. ഇങ്ങനെ ഒരുപാട് റേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഇമേജ് ഒരുപാട് സ്ഥലത്തായിട്ട് ഫോം ചെയ്യും. അപ്പൊ നമുക്കറിയാം ആ ഇമേജ് ഡിസ്റ്റോർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള ആ ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കുന്നത് സ്പെരിക്കൽ അബരേഷൻ എന്നാണ്. അബരേഷൻ മീൻസ് ഡിഫക്റ്റ്. ഇപ്പൊ എന്താണ് സ്പെരിക്കൽ അബരേഷൻ? ഇറ്റ് ഈസ് ദ inability of a large concave mirror to focus both marginal rays and parallax rays at the same point on the principal axis. It is the inability of a large concave mirror to focus both marginal rays and parallax rays at the same point on the principal axis. This defect is known as spherical aberration. ഇത് എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം? കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിക്കാം. സ്റ്റോപ്പ് കേൾക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, മീൻസ് തടസ്സപ്പെടുത്തുക. അതായത് ഇതാണ് കോൺകേവ് മിറർ എങ്കിൽ ആ കോൺകേവ് മിററിന്റെ ഈ വശത്ത് നമ്മൾ ബ്ലാക്ക് ടേപ്പ് അല്ലെങ്കിൽ പെയിന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് മീൻസ് ഏത് റേസിനെ പ്രിവെന്റ് ചെയ്യണം? മാർജിനൽ റേസിനെ പ്രിവെന്റ് ചെയ്യണം. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന സ്റ്റോപ്പ് എന്നാണ്. അപ്പോൾ ഒരു മെത്തേഡ് എന്താ? ബൈ യൂസിങ് സ്റ്റോപ്പ്. സെക്കൻഡ് മെത്തേഡ് വി ക്യാൻ യൂസ് പാരാബോളിക് മിറേഴ്സ്. അകത്തേക്ക് നല്ലോണം കുഴിഞ്ഞിരിക്കുന്ന മിററുണ്ട്. നിങ്ങൾ ബൈക്കിന്റെ ഹെഡ് ലാമ്പ് ശ്രദ്ധിക്കുക, കാറിന്റെ ഒക്കെ ഹെഡ് ലാമ്പ് ശ്രദ്ധിക്കുക. പണ്ടത്തെ ബൈസൈക്കിളിന് ഒരു ഹെഡ് ലാമ്പ് ഉണ്ടായിരുന്നു. അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന മിററിനെ വിളിക്കുന്ന ഒരു പാരാബോളിക് മിറേഴ്സ് എന്നാണ്. പാരാബോളിക് മിറേഴ്സ്. ഇപ്പൊ സ്പെരിക്കൽ അബരേഷൻ എന്താന്ന് പറഞ്ഞു, അതെങ്ങനെ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന എന്താണ്? പാരാബോളിക് മിറേഴ്സ് ഉപയോഗിക്കാം. ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സ്പെരിക്കൽ അബരേഷൻ ഒഴിവാക്കാം. ഇനി മിറേഴ്സിന്റെ യൂസസ് നോക്കുക. യൂസസ് ഓഫ് സ്പെരിക്കൽ മിറേഴ്സ്. യൂസസ് ഓഫ് സ്പെരിക്കൽ മിറർ. അതിൽ ആദ്യത്തെ യൂസ് നമുക്ക് കോൺവെക്സ് മിററോട്ട് തുടങ്ങാം.
കോൺവെക്സ് മിറർ. നിങ്ങൾ ബൈക്കിൻ്റെ കാറിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ മിറേഴ്സ് റിയർ വ്യൂ മിറർ എന്ന് പറയും, ബാക്കിലോട്ട് നോക്കാനുള്ള മിറർ. ആ ബാക്കിലോട്ട് നോക്കാനുള്ള മിററിൽ ഒരു സെൻറ്റൻസ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ദ ഒബ്ജക്റ്റ് സീൻ ഇൻ ദിസ് മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. ആ കാണുന്ന ഓബ്ജക്റ്റ് നിങ്ങൾ കാണുന്നതിനേക്കാൾ അടുത്താണ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ എഴുതി വെച്ചിരിക്കാൻ കണ്ടതാണ്. അപ്പം ആ വൈഡ് വ്യൂ കാണാനും പിന്നെ നമ്മൾ കാണുന്ന ഇമേജ് ചെറുതുമായിരിക്കില്ല. ആ വൈഡ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എവിടെ ഉപയോഗിക്കും? ദിസ് യൂസർ ആസ് എ റിയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾ. രണ്ടാമത്തെ നമുക്ക് കോൺകേവ് മിറർ. കോൺകേവ് മിറർ നിങ്ങൾ ഹെഡ്ലാമ്പ് ഡെന്റിസ്റ്റ് മറ്റൊക്കെ ഹെഡ്ലാമ്പായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കാം. ക്ലോസ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ പിന്നെ പാരാബോളിക് മിറർ, കോൺകേവ് മിറർ തന്നെ പാരാബോളിക് മിററാണ് നമ്മൾ ഹെഡ്ലാമ്പിലൊക്കെ ഉപയോഗിക്കുന്നത്. ദീസ് ആർ ദ യൂസസ് ഓഫ് ദ സ്പെരിക്കൽ മിറേഴ്സ്. അപ്പോൾ ഇത്രയാണ് മിറേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ റിഫ്ലക്ഷൻ എന്താണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് എ റെഗുലർ റിഫ്ലക്ഷൻ, റെഗുലർ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ലൈറ്റ് വന്ന് വീണ് ഒരു വസ്തുവിൽ വന്ന് വീണിട്ട് ഒരു പ്രത്യേക രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ വന്ന് വീഴുമ്പോഴാണ് ഓബ്ജക്റ്റിനെ കാണുന്നത്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് റിഫ്ലക്ഷൻ കാണാൻ പറ്റും. ഇപ്പോൾ മിററിൽ നടക്കുന്നത് പ്രോസസ്സാണ് റെഗുലർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. നെക്സ്റ്റ് ടേം റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ റിഫ്രാക്ഷൻ അത് നിങ്ങൾ 10th ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ചേഞ്ച് ഇൻ ദ പാത്ത് ഓഫ് ദ ലൈറ്റ്. ചേഞ്ച് ഇൻ ദ പാത്ത് ഓഫ് ദ ലൈറ്റ് വെൻ ഇറ്റ് ഈസ് ഗോയിങ് ഫ്രം വൺ മീഡിയം ഇൻറ്റു അനദർ മീഡിയം. അപ്പോൾ റിഫ്രാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ ചേഞ്ച് ഇൻ ദ പാത്ത് ഓഫ് ദ ലൈറ്റ് വെൻ ഇറ്റ് ഈസ് ഗോയിങ് ഫ്രം വൺ മീഡിയം ഇൻറ്റു അനദർ മീഡിയം, or it is defined as a bending of light when it is going from one medium into another medium. അപ്പോൾ അവിടെ നമുക്കൊരു രണ്ട് മീഡിയം തമ്മിലുള്ള സെപ്പറേഷൻ വരക്കാം. ഇപ്പോൾ മീഡിയം 1, ഇത് മീഡിയം 2 കൊടുക്കാം. ഇവിടുത്തെ വെലോസിറ്റി v1 ആണെന്നിരിക്കട്ടെ, ഇവിടുത്തെ വെലോസിറ്റി v2. ലൈറ്റ് വന്ന് വീണായിട്ട് കാണിക്കാം. അവിടെ ഒരു നോർമൽ നമ്മൾ വരക്കണം. നോർമൽ മീൻസ് എപ്പോഴും 90 ഡിഗ്രി വരക്കുന്ന ലൈനാണ് നോർമൽ. ഇനി ഇത് മീഡിയം 1 എന്ന്, മീഡിയം 1ലെ വെലോസിറ്റി v1 ആണ്, മീഡിയം 2ലെ വെലോസിറ്റി v2 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ലൈറ്റ് ഇവിടെ ബെൻഡ് ചെയ്യും. ഇവിടെ ഇപ്പം ഞാൻ ഈ ആംഗിളിന് I എന്ന് കൊടുത്തു, ഈ ആംഗിളിന് R എന്ന് കൊടുത്തു. പക്ഷെ ഇവിടെ ഇത് നമ്മൾ വിളിക്കുന്ന ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നാണ്. നേരത്തെ നമ്മൾ വിളിച്ച ആംഗിൾ വെച്ചാൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. ഇത് നമ്മൾ വിളിക്കുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇവിടെ രണ്ട് രീതിയിലുള്ള ബെൻഡിങ് നടക്കും. ഇപ്പോൾ ഈ v2 അല്ലെങ്കിൽ v1 ഗ്രേറ്റർ ദാൻ v2, v1 ഗ്രേറ്റർ ദാൻ v2 ആണെങ്കിൽ ലൈറ്റ് ബെൻഡ് ടുവേഴ്സ് എ മീഡിയം. അല്ലെങ്കിൽ v1 ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ ഈ മീഡിയത്തിന് നമ്മൾ റെയറർ മീഡിയം എന്ന് പറഞ്ഞു. റെയറർ മീഡിയം, ഈ റെയറും ഡെൻസറും സാധാരണ മെക്കാനിക്സിൽ പറയുന്ന വാക്കല്ല. ലൈറ്റിന്റെ വേഗത കൂടുതലുള്ള മീഡിയത്തിനാണ് നമ്മൾ റെയറർ എന്ന് പറയുന്നത്. ഈ മീഡിയത്തിന്റെ വെലോസിറ്റി കുറവാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്നത് ഡെൻസർ മീഡിയം എന്നാണ്. ഡെൻസർ മീഡിയം. അപ്പൊ നേരെ മറിച്ച് ഇവിടെ നമുക്ക് ഒരെണ്ണം മറ്റൊരു റിഫ്രാക്ഷൻ കാണിക്കാം. ഇത് ആംഗ്ലോ ഇൻസിഡൻസ്, ഇത് ആംഗ്ലോ റിഫ്രാക്ഷൻ, ഇത് ഡെൻസർ മീഡിയം, ഇത് റെയറർ മീഡിയം.
ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് എന്തുവാ, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് ലൈറ്റ് പോകുന്നു. അപ്പൊ എന്താ സംഭവിക്കുക, ഡീവിയേറ്റ് അവേ ഫ്രം ദ നോർമൽ. ഇവിടെയാണെങ്കിലോ ഡീവിയേറ്റ് ടുവേഴ്സ് നോർമൽ. ക്ലിയർ ആയല്ലോ? when light is going from rarer medium into denser medium, the refractor ray bend towards the normal. But when the light is going from denser medium into rarer medium, the refractor light bend away from the normal. What is the reason behind the refraction? The reason എന്ന് പറയാം, ഞാൻ പറഞ്ഞതിൽ മനസ്സിലാക്കാൻ പറ്റും. ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷന്റെ കാരണം എന്താ, ലൈറ്റിന്റെ വേഗതയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. അതാണ് റിഫ്രാക്ഷന്റെ കാരണം. ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ്, ദാറ്റ് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഇവിടെ നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ലോസ് ഓഫ് റിഫ്രാക്ഷൻ ആണ് പറയാൻ പോകുന്നത്. ലോസ് ഓഫ് റിഫ്രാക്ഷൻ, ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ശ്രദ്ധിച്ച് പഠിച്ചു പോവുക. ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇത് I കാണിക്കുക, ഇത് R കാണിക്കുക, ഇത് റെയറർ മീഡിയം, ഇവിടുത്തെ ഞാൻ പിന്നീട് എന്താന്ന് പറയാം. ഇത് μ1 എന്ന് കൊടുക്കും. ഇവിടുത്തെ വെലോസിറ്റി v1, ഇത് ഡെൻസർ മീഡിയം, ഇത് μ2, വെലോസിറ്റി v2. ഇപ്പൊ ഞാനിപ്പോ കാണിച്ചിരിക്കുന്നത് മിറർ ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിക്കണം. ഇപ്പൊ ഇങ്ങനെ സിൽവറിൽ കാണിക്കണം. ഇത് റിഫ്രാക്ഷൻ ആണ്. ഇത് ബൗണ്ടറി സെപ്പറേറ്റിംഗ് മീഡിയം 1 ആൻഡ് മീഡിയം 2 ആണ്. മീഡിയം 1 ആയിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന റെയറർ മീഡിയം ആണ്. മീഡിയം 2 ആയിട്ട് കൊടുക്കുന്ന ഡെൻസർ മീഡിയം ആണ്. ഇപ്പൊ ബെൻഡ് ടുവേഴ്സ് നോർമൽ ആണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആ ലോസ് എന്ന് പറഞ്ഞു നോക്കാം. ഇതെന്താണ്, ഇത് ഇൻസിഡന്റ് റേ ആണ് അല്ലേ? ആരോഗ്യത്തെ വെച്ച് പറയാം, ഇൻസിഡന്റ് റേ ആണ്. ഇത് റിഫ്രാക്റ്റർ റേ ആണ്. ഇത് നോർമലാണ്. ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ, ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോ എന്താ പറയുന്ന, ഫസ്റ്റ് ലോ സ്റ്റേസ് ആറ്റ് ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റർ റേ ആൻഡ് നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഇനി രണ്ടാമത്തെ ലോയിനെ വിളിക്കുന്നവർ സ്നെൽസ് ലോ എന്നാണ്. സ്പെല്ലിംഗ് ഒക്കെ നല്ലോണം എഴുതി പഠിക്കുക. സ്നെൽസ് ലോ. Snell's law states that the ratio of the sine of the angle of incidence to the sine of the angle of refraction. എന്താ പറഞ്ഞ, Snell's law states that the ratio of the sine of the angle of incidence to the sine of the angle of refraction is a constant for a particular pair of media and for a particular color of light. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ മീഡിയം, ഏത് മീഡിയത്തിൽ നിന്ന് ഏത് മീഡിയത്തിലോട്ടാണ് ആ മീഡിയം. ഇപ്പോൾ ഗ്ലാസ് ടു എയർ ആണ്, ഗ്ലാസ് ടു വാട്ടർ ആണ്, വാട്ടർ ടു എയർ ആണ്, എയർ ടു വാട്ടർ ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏത് മീഡിയത്തിൽ നിന്ന് ഏതൊക്കെ മീഡിയമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഏത് കളർ ഓഫ് ലൈറ്റ് ആണ്, റെഡ് ആണോ വയലറ്റ് ആണോ. അപ്പോൾ അതിനർത്ഥം എന്താ, ഈ കോൺസ്റ്റന്റ് ഓരോ കളർ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ അതുകൂടെ പറയണം. Snell's law states that the ratio of the sine of the angle of incidence to the sine of the angle of refraction is a constant for a particular pair of media and for a particular color of light. And this constant is known as refractive index of the second media with reference to first media. പിന്നെ എന്താ വിളിക്കുന്ന, this constant is known as refractive index
refractive index. Refractive index of the second media with reference to first media. ഇങ്ങനെയും കൂടെ എഴുതാം. mu2 divided by mu1 is also equal to v1 divided by v2. അത് ശ്രദ്ധിക്കുക. Speed of light in rarer medium divided by speed of light in denser medium. ഇപ്പൊ ലൈറ്റ് വന്ന് പോകുന്നത് റെയർ ടു ഡെൻസർ ആണ്. അപ്പോൾ 1 എന്ന് കാണിച്ചിരിക്കുന്നത് റെയർ മീഡിയം ആണ്, 2 എന്ന് കാണിച്ചിരിക്കുന്നത് ഡെൻസർ മീഡിയം ആണ്. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കി, ഒന്നാമത്തെ ലോ എന്താ പറഞ്ഞ ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. Then second, Snell's law. So Snell's law states that the ratio of the sine of the angle of incidence to the sine of the angle of refraction is a constant for a particular pair of media and for a particular color of light. And this constant is known as refractive index of the second medium with the reference to first medium. ഇവിടെ ഞാൻ ഡെൻസർ മീഡിയം ആണ് സെക്കൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ mu2 ഇപ്പൊ എങ്ങനെ വായിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി സെക്കൻഡ് മീഡിയ വിത്ത് റെഫറൻസ് ടു ഫസ്റ്റ് മീഡിയ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, mu2 by mu1 is equal to speed of light in rarer medium അല്ലെങ്കിൽ ഫസ്റ്റ് മീഡിയം to the speed of light in the second medium. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് ഈ ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ലീനിയർ മാഗ്നിഫിക്കേഷൻ നമ്മൾ ആദ്യം പറഞ്ഞു, ഏരിയൽ മാഗ്നിഫിക്കേഷൻ, ലീനിയർ മാഗ്നിഫിക്കേഷൻ ഇൻ ടേംസ് ഓഫ് HI and HO, in terms of U and V, in terms of U and F, in terms of V and F. ഇനി ഡിഫക്റ്റ് ഓഫ് ദ സ്പെരിക്കൽ മിറർ, സ്പെരിക്കൽ അബറേഷൻ നമ്മൾ പറഞ്ഞു, അതെങ്ങനെ കറക്റ്റ് ചെയ്യാം. ബൈ യൂസിങ് സ്റ്റോക്ക് പറഞ്ഞു, പാരാബോളിക് മിറേഴ്സ് പറഞ്ഞു, ദി യൂസസ് ഓഫ് സ്പെരിക്കൽ മിറർ. അത്രയാണ് മിററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നെക്സ്റ്റ് ലൈറ്റിൻ്റെ അടുത്ത പ്രതിഭാസമാണ് റിഫ്രാക്ഷൻ. ഇപ്പോൾ റിഫ്രാക്ഷൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു, ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അവിടെ വരുന്ന രണ്ട് ലോ, ഏത് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ ഈസ് നോൺ ആസ് സ്നെൽസ് ലോ. അവിടെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ടേമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത്രയും വരെ നല്ലോണം വായിച്ച് പഠിച്ച് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, താങ്ക് യു.